അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡിൻ്റെ പേര് ഫ്രോണ്ടിയർ എന്നാണ്. ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അവസാനം ഇതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നത്. ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൾബാണ്. പിന്നെ ഈ ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൻ്റെ യൂസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ചിലർക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഓൺ ഓഫ് ടൈം സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്ത ഓൺ ടൈമിൽ ഇത് ഓൺ ആവുകയും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഓഫ് ടൈമിൽ ഇത് ഓഫ് ആവുകയും ചെയ്യും. അതായത് നമുക്ക് മാനുവലായിട്ട് പോയി ഓൺ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്വിച്ച് ആ ഒരു വർക്ക് ചെയ്തോളും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആവുക എന്നുള്ള പരിപാടി ഈ ഒരു സ്വിച്ച് ചെയ്തോളും. ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിലുള്ള സകലമാന ഐറ്റംസും, അതായത് എയറേഷൻ, ഫിൽട്രേഷൻ, ലൈറ്റ്, അതുപോലെ ഹീറ്റർ, ഇത്തരം സംഭവങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഔട്ട്ഡോർ ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ എയറേഷൻ, ഫിൽട്രേഷൻ, ഫൗണ്ടൻ, ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഔട്ട്ഡോർ ടാങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് പോലുള്ള പരിപാടികളിലും വളരെ യൂസ്ഫുൾ ആണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ടൈമർ സ്വിച്ചുകൾ. ഇത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഫീൽഡിലാണ് ഇത്തരം യൂസുകൾ വരുന്നത്. പിന്നെ ഇത് ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വീടിൻ്റെ പുറത്തുള്ള ലൈറ്റുകൾ, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെയുള്ള ലൈറ്റുകൾ, പിന്നെ ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകൾ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള സൈനേജ് ബോർഡുകളൊക്കെ ഇല്ലേ, അത്തരം ബോർഡുകളിലൊക്കെ ഇത്തരം സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എക്യുപ്മെൻറ്റ്സുകൾ, അതായത് AC, അതുപോലെ ഹീറ്റർ, വാട്ടർ ഹീറ്റർ പോലുള്ള സംഭവങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വിച്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ആംപെയർ ആണ്. അപ്പോൾ 30 ആംപെയർ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളിലും അത് യൂസ് ചെയ്യാം. ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നവർ ഹെവി ലോഡൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അത്ര ഹെവി ലോഡൊന്നും വരുന്നില്ല. നമുക്കറിയാം എയറേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വാട്ട്, 5 വാട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ സബ്മേഴ്സിബിൾ പമ്പാണെന്നുണ്ടെങ്കിൽ 20 വാട്ട്, പിന്നെ മാക്സിമം പോയാൽ ഒരു 150-200 വാട്ടൊക്കെയാണ് വരുന്നത്. അതൊക്കെ ഈസി ആയിട്ട് ഈ ഒരു സ്വിച്ച് അത്തരം ലോഡുകളൊക്കെ എടുക്കും. ഹെവി ലോഡുകളാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു ഇലക്ട്രീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് ചെയ്യാതായിട്ട് ഇരിക്കുക. കാരണം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഹെവി ലോഡ് ചിലപ്പോൾ ഈ ഒരു സ്വിച്ചിനെ താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ, ഇത് 30 ആംപെയറിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 30 ആംപെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു കോയിൻ ബാറ്ററി വരുന്നുണ്ട്. അതായത് കറണ്ട് പോകുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാം സേവ് ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് തിമ്പിൾ കണക്ടറാണ്. അത് ഉപയോഗിച്ചിട്ടാണ് വയർ ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ആമസോണിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഈ സ്വിച്ച്, ബാറ്ററി, തിമ്പിൾ, ഇതിൻ്റെ എല്ലാ ആമസോൺ ലിങ്കുകൾ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ കാണാം.